പവിത്രത്തിന്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം രാത്രി വിക്രമും വേദയും ഉറങ്ങുന്ന സമയത്ത് ഒരു സൗണ്ട് കേട്ട് വിക്രം ഉണരുന്നുണ്ട്. ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് രണ്ടു മൂന്ന് പേർ കുറച്ച് ആയുധങ്ങളുമായി അകത്തേക്ക് വരുന്നതാണ് കാണുന്നത്. ആരും അറിയാതെ അവൻ അവരെയെല്ലാം വകവരുത്തുന്നുണ്ട്. പിന്നീട് ശങ്കരനാരായണന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ മുന്നായി നമ്മുടെ വിക്രം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ശങ്കരനാരായണന് സ്നേഹവും തോന്നുന്നുണ്ട് നമ്മുടെ വിക്രമിനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ഈ വിശേഷങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അങ്ങനെ വിക്രമും വേദയുടെ വീട്ടിൽ വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് നൈറ്റ് ആണെന്നും പറഞ്ഞ് മുത്തശ്ശി പാലൊക്കെ കൊടുത്ത് വേദയുടെ കയ്യിൽ കൊടുത്ത് റൂമിലേക്ക് അയക്കുകയാണ്. അതിന് മുൻപായി നമ്മുടെ ശങ്കരനാരായണൻ്റെ അടുത്ത് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ വിക്രം. ശങ്കരനാരായണനെ കണ്ടതും കാലിലങ്ങ് വീഴുവാണ്. സാറേ അനുഗ്രഹിക്കണം, ഞങ്ങൾ കുട്ടികളൊക്കെ ഉണ്ടായി ദീർഘകാലത്തോടും നല്ല സുഖത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങ് എഴുന്നേറ്റ് നിന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് നമ്മുടെ ശങ്കരനാരായണൻ. അതിനുശേഷം വർഷയെ കാണുന്നുണ്ട് വിക്രം പെട്ടെന്ന് വർഷയുടെ കാലിലും വീഴാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, എൻ്റെ കാലിലൊന്നും വീഴണ്ട, ഞാനൊക്കെ അനുഗ്രഹിച്ചിരിക്കണു എന്ന് പറയുകയാണ്. അങ്ങനെ അവർ ഉറങ്ങാനായിട്ട് റൂമിലേക്ക് പോവാണ്. റൂമിലെത്തിയതും വേദ വിക്രമിൻ്റെ മണ്ടക്കിട്ട് നല്ല കൊട്ടു കൊടുക്കുന്നുണ്ട്. നീ ഒരു കാട്ടുപോത്ത് തന്നെയാട്ടോ വിക്രം, ദേ എന്തൊരു ശല്യമാ നീ ചെയ്യുന്നത്. എൻ്റെ അച്ഛൻ എത്ര വിഷമത്തോടെയാണ് നീ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നിൽക്കുന്നതെന്ന് എനിക്കറിയാവോ. അച്ഛൻ്റെ മുഖം കാണുമ്പോൾ എനിക്കറിയാം വിഷമമുണ്ടെന്ന്. നീ എന്തിനാ എൻ്റെ അച്ഛനെയും എൻ്റെ ചേട്ടനെയൊക്കെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, ഓഹോ ഇപ്പോൾ ഇങ്ങനെയായോ, നീ തന്നെയല്ലേ പറഞ്ഞത് എൻ്റെ അച്ഛനും ഞാനും തമ്മിൽ നല്ല സൗഹൃദത്തോടു കൂടി സ്നേഹത്തോടു കൂടി പെരുമാറുന്നത് കാണണമെന്ന്. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നീ മുൻപേ പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇടയിൽ കയറി ഒന്നും നോ പറയരുത് എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ വെച്ച് നിർത്താം എന്ന് പറയാണ്. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ശരി അങ്ങനെയാണെങ്കിൽ ഓക്കെ, അല്ലാതെ എൻ്റെ അച്ഛനെ ദ്രോഹിക്കാൻ വേണ്ടി ഒന്നും അല്ലല്ലോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, വിഷമിപ്പിക്കാൻ വേണ്ടി അല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ നിൻ്റെ അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യോ? അദ്ദേഹത്തോട് എനിക്ക് ഒരുപാട് ബഹുമാനം മാത്രമേ ഉള്ളൂ വേദ, അത് നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ ഉറങ്ങാനായിട്ട് കിടക്കുന്നുണ്ട്. ഉറക്കത്തിനിടയിൽ ഒരു സൗണ്ട് കേട്ട് വിക്രം എഴുന്നേൽക്കുകയാണ്. വിക്രം എവിടെ നിന്നാണ് സൗണ്ട് കേൾക്കുന്നതെന്നിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. പുറത്തുനിന്ന് എവിടെ നിന്നാണെന്ന് ജനലിലൂടെ നോക്കുകയാണ് വിക്രം. അന്നേ നേരം പുറത്തുനിന്ന് മതിൽ ചാടി 2-3 പേരിങ്ങനെ ആയുധങ്ങളുമായി അകത്തേക്ക് വരുന്നതാണ് വിക്രം കാണുന്നത്. വേദ അറിയാതെ വിക്രം പുറത്തേക്ക് ഇറങ്ങുവാണ്. എന്നിട്ട് അവരെ നേരിടുന്നുണ്ട് വിക്രം. അവരെ അടിച്ചൊതുക്കുന്നുണ്ട്. വിക്രമിൻ്റെ അടി കൊണ്ട് അവർ ഓടുകയാണ്. എന്നാൽ ഈ ബഹളമെല്ലാം, പുറത്ത് നടക്കുന്ന ബഹളമെല്ലാം കേട്ട് അകത്തു നിന്നും എല്ലാവരും എഴുന്നേറ്റ് പുറത്തേക്ക് വരുവാണ്. വേദയും ശങ്കരനാരായണനും ശ്രീയും വർഷയും എല്ലാവരും മുത്തശ്ശിയും എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട്. അവരെല്ലാവരും സൗണ്ട് കേട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വിക്രം ഇങ്ങനെ അഭിനയിക്കുകയാണ് എക്സസൈസ് ചെയ്യുന്നതായിട്ട്. പുറത്ത് ഈ അർദ്ധരാത്രി എക്സസൈസ് ചെയ്യുന്ന വിക്രമിനെ കണ്ട് എല്ലാവരും പരസ്പരം നോക്കുകയാണ്. ഇവനിക്കിതെന്താ ഭ്രാന്താണോ എന്നുള്ള തരത്തിൽ. ഉടനെ തന്നെ ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, എന്താ പുറത്തു നിന്നൊരു സൗണ്ട് കേട്ടത്? അത് ഞാൻ എക്സസൈസ് ചെയ്യായിരുന്നു എന്ന് പറയാണ്. വേദയെ ഓടി നമ്മുടെ വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താ വിക്രം ഈ പറയുന്നത്? ഈ നേരത്താണോ എക്സസൈസ് ചെയ്യുന്നത്? അത് വേദയെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാമെന്ന് മാത്രമേ ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളൂ, ഒരു ജോലിയും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ വയറ് ഒരുമാതിരി എന്തോ ഒരു പോലെ വയറിനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യാൻ വന്നതാ എന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ നമ്മുടെ ശങ്കരനാരായണന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടതും എല്ലാവരുടെയും ഉറക്കം പോയിട്ടാണല്ലോ നിൽക്കുന്നത്. അങ്ങനെ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, എൻ്റെ ജനലിന് നേരെ ഒരു കല്ല് വന്ന് വീഴുന്നത് പോലെ എനിക്ക് തോന്നിയല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, അത് കല്ലല്ല സാർ, ഞാൻ ഗുസ്തി പ്രാക്ടീസ് ചെയ്യായിരുന്നു, ആ സൗണ്ട് കേട്ടതാണ്, അല്ലാതെ കല്ലിൻ്റെ സൗണ്ടൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശങ്കരനാരായണനും നമ്മുടെ വർഷയ്ക്കും ശ്രീക്കും ഒന്നും തീരെ ഇതങ്ങ് വിശ്വാസം വരുന്നില്ല. വർഷ അത് പറയുന്നുണ്ട്. ഈ പറയുന്നതൊന്നും എനിക്ക് അത്രയ്ക്ക് വിശ്വാസം വരുന്നില്ലല്ലോ ശ്രീയേട്ടാ, എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുവാണ്. ഉടനെ തന്നെ ശങ്കരനാരായണൻ പറയുന്നുണ്ട് അമ്മയോടായി, അമ്മേ പുറത്തുള്ള ഭ്രാന്തന്മാരെല്ലാം അകത്ത് വിളിച്ചു വരുത്തിയാൽ ഇതൊക്കെ സഹിക്കേണ്ടി വരും, എല്ലാവരോടും പോയി കിടന്ന് ഉറങ്ങാൻ പറ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഉടനെ തന്നെ മുത്തശ്ശി വിക്രമിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോനെ ശങ്കരൻ പറയുന്നത് ശരി തന്നെയല്ലേ? എല്ലാവരുടെയും ഉറക്കം കളഞ്ഞ് ഈ അർദ്ധരാത്രി വേണമായിരുന്നോ നിൻ്റെ ഈ എക്സസൈസൊക്കെ? നേരം വെളുത്തിട്ട് പോരായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, സോറി
മുത്തശ്ശി, ഞാൻ ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാണ്. അങ്ങനെ വേദ, വാ, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്, ഇങ്ങ് വാ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിച്ചു ചെല്ലുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് ആരും ഉറങ്ങുന്നില്ല, എല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റ് ഇരിക്കുവാണ്. ഇത് കണ്ടിട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, അല്ല എന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്, ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഉടനെ വർഷ പറയുന്നുണ്ട്, എല്ലാവരും ഉറക്കം കെടുത്തിയിട്ട് ഇപ്പോൾ ഉറങ്ങുന്നില്ലെന്ന് ചോദിക്കുന്നോ, നീ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങ് എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് പുറത്തു നിന്നും സെക്യൂരിറ്റിക്കാരൻ വരുന്നുണ്ട്. ശങ്കരനാരായണനോട് പറയുന്നുണ്ട്, സർ, പോലീസ് വന്നിട്ടുണ്ട്, ആരെയോ റിമാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നു. ഞാൻ അങ്ങോട്ടേക്ക് വരാൻ വെയിറ്റ് ചെയ്യാൻ പറയുകയാണ് ശങ്കരനാരായണൻ. അങ്ങനെ ശങ്കരനാരായണൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എല്ലാവരും, ഫാമിലിയിലുള്ളവരെല്ലാവരും, നമ്മുടെ മുത്തശ്ശിയും വിക്രമും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ വേദ എന്ന് ചോദിക്കുകയാണ്. അല്ല, ആരെ റിമാൻഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, എന്താ ഈ സമയത്തെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ സമയം കാലവും എന്നില്ല, പെട്ടെന്നുണ്ടായ സംഭവമായിരിക്കും, അച്ഛൻ്റെ സൈൻ വേണമല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശങ്കരനാരായണൻ ഉമ്മറത്ത് ചെന്ന് ഇരിക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇൻസ്പെക്ടറുടെ ഒപ്പം ഒരു പയ്യനുണ്ട്. രണ്ട് പോലീസുകാർ അവനെ പിടിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു പാവം പിടിച്ച മുഖമുള്ള ഒരു പയ്യനാണ്, കണ്ടാൽ തന്നെ അറിയാം പാവമാണെന്ന്. എന്നാൽ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, സർ, ഇതൊരു കള്ളനാണ്, ഒരു വിവാഹം നടക്കാനിരുന്ന വീട്ടിൽ കയറി മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ പയ്യനെ കണ്ടിട്ട് ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇവനെ നിങ്ങൾ അടിച്ചതെന്ന്. ഉടനെ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, സർ, ഞങ്ങളല്ല അടിച്ചത്, ആ കല്യാണ വീട്ടിലെ കൂടി നിന്നവർ അവിടുത്തെ ജനങ്ങളാണ് അടിച്ചതെന്ന് പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത്, എന്തിനാണ് 2 ആഴ്ച 15 ദിവസത്തെ റിമാൻഡ് നിങ്ങൾ ആവശ്യപ്പെട്ടതെന്ന് ഇൻസ്പെക്ടറോട് ചോദിക്കുന്നുണ്ട്. ഉടൻ തന്നെ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, അന്വേഷണത്തിന് വേണ്ടിയാണ് സർ. ഇത്രയും ചെറിയൊരു കേസിന് അന്വേഷണത്തിന് 2 ആഴ്ചത്തെ റിമാൻഡൊന്നും വേണ്ട, 1 ആഴ്ചത്തെ മതി എന്ന് പറഞ്ഞ് അതിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ് നമ്മുടെ ശങ്കരനാരായണൻ. പെട്ടെന്നാണ് ഇവർ സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ നമ്മുടെ വിക്രം ഈ പയ്യനെ ശ്രദ്ധിക്കുന്നത്. പയ്യൻ്റെ മുഖം വളരെ മയമുള്ളതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാവത്തെ പോലെയുള്ള ഒരു പയ്യനാണ്. വിക്രം അവനെ അടിമുടി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അപ്പോഴാണ് അവൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഒരു പേന ഇരിക്കുന്നത് കാണുന്നത്. അവൻ കൈ കെട്ടിയാണ് നിൽക്കുന്നത്. ഉടനെ തന്നെ അവൻ്റെ ഷർട്ടിൻ്റെ ഹുക്കുകളെല്ലാം അഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിലൂടെ നെഞ്ചിൽ ഒരു ഹാർട്ടും അതിൽ അവൻ്റെയും അവൻ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെയും പേരെഴുതി വെച്ചിരിക്കുന്നത് വിക്രം കാണുന്നുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഗോകുൽ ഹരിത എന്നാണ്. അങ്ങനെ ശങ്കരനാരായണൻ ഈ പേപ്പറിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം ചോദിക്കുന്നുണ്ട്, സർ, ഞാൻ ഇവരോടൊന്ന് സംസാരിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഇത് റിമാൻഡിലിരിക്കുന്ന ഒരു പ്രതിയാണ്, അവനോട് സംസാരിക്കാനുള്ള റൈറ്റ് നിനക്കില്ല, അവനോട് സംസാരിക്കാൻ പാടില്ല എന്ന് തുറന്നു പറയാണ് ശങ്കരനാരായണൻ. എന്നാൽ വിക്രം പറയുന്നുണ്ട്, എനിക്ക് അവനെ കണ്ടിട്ട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതായിട്ട് തോന്നുന്നില്ല സർ, അവനോടൊന്ന് സംസാരിക്കണം, എന്നിട്ട് ജയിലിലേക്ക് അയച്ചാൽ മതി. അവനെ ജയിലിലായി കഴിഞ്ഞാൽ, ഒരു നിരപരാധി ജയിലിലായി കഴിഞ്ഞാൽ അത് 6 മാസമാണെങ്കിലും അവനെ ജയിൽ പുള്ളി എന്നല്ലേ വിളിക്കത്തുള്ളൂ, അവൻ്റെ ഭാവി നശിക്കത്തില്ലേ. ഇത് കേട്ടിട്ട് ശ്രീ പറയുന്നുണ്ട്, നീ എന്തിനാ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്, നിന്റെ വകുപ്പിൽപ്പെട്ട കാര്യങ്ങളല്ലല്ലോ ഇതൊന്നും, അതെല്ലാം എൻ്റെ അച്ഛൻ നോക്കിക്കൊള്ളും, നിനക്ക് നിയമത്തെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ വിക്രം പറയുന്നുണ്ട്, നിയമത്തെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം, 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നിയമം പറയുന്നത്, അല്ലേ സർ എന്ന് ശങ്കരനാരായണനോട് ചോദിക്കുന്നുണ്ട്. ഇൻസ്പെക്ടറും പറയുന്നുണ്ട്, വിക്രം, നീ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല സർ, ഇവൻ പറയുന്നതൊന്നും സാർ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇവനോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ നിന്നാൽ അവൻ സത്യസന്ധനാണെന്ന് കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി നിൽക്കും, നമ്മളെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിൽക്കും എന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട്, അങ്ങനെ ഒരാൾ തെറ്റിദ്ധരിപ്പിച്ചാൽ പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കുന്ന ആളല്ല നമ്മുടെ ശങ്കരനാരായണൻ സാർ എന്ന് പറയുകയാണ്. പിന്നീട് വിക്രം പറയുന്നുണ്ട്, സർ, അവൻ്റെ പോക്കറ്റിലേക്കൊന്ന് നോക്കണം, അവൻ്റെ പോക്കറ്റിൽ ഒരു പെന്ന് പെരിക്കുന്നു, ഇവനൊരു വിദ്യാർത്ഥിയാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി കള്ളനാണെങ്കിൽ അവൻ എന്തിനാണ് ആ പേന പോക്കറ്റിലിട്ട് കക്കാൻ വരുന്നത്, സാറിന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ്. ഉടനെ തന്നെ നമ്മുടെ ഇൻസ്പെക്ടർ അതിനെ നിഷേധിക്കുകയാണ്. വിക്രം വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഒരേ ഒരു കാര്യം ഈ ഇൻസ്പെക്ടർ സാറിനോട് ചോദിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട്. ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, നീ ചോദിക്ക്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ആ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ വീട്ടിൽ നിന്നാണ് ഇവനെ
പിടിച്ചതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ കുട്ടിയുടെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ആ കുട്ടിയുടെ പേര് ഹരിത എന്നാണെന്ന്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, സാർ സാർ ഈ പയ്യൻ്റെ നെഞ്ചിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ പച്ച കുത്തിയിട്ടുണ്ട് ഹരിത എന്ന്. അപ്പം ഇതിൽ നിന്നും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ പെൺകുട്ടി വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയുടെ പേരും ഹരിത എന്നാണ്. ഇത് കേട്ടതും നമ്മുടെ ശങ്കരനാരായണൻ ഈ പയ്യൻ്റെ നെഞ്ചിലേക്ക് നോക്കുക കേട്ടോ. അപ്പോഴാണ് അവരുടെ 2 പേരുടെയും പേരുകൾ നെഞ്ചിലങ്ങ് പച്ച കുത്തി വെച്ചിരിക്കുന്നത് കാണുന്നത്. ആ പയ്യനത് വ്യക്തമായി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് പറ്റിയ ആമളി ഇൻസ്പെക്ടർക്ക് മനസ്സിലാവുന്നത്. പെട്ടെന്ന് ശങ്കരനാരായണൻ ആ പയ്യനോട് പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് മാറി നിൽക്ക് എന്ന് പറയുകയാണ്. അങ്ങനെ ഫ്രണ്ടിലേക്ക് നീങ്ങി നിൽക്കുന്നുണ്ട് ആ പയ്യൻ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സംഭവിച്ചത്? അത് സാർ, ആ പെൺകുട്ടിയും ഞാനും തമ്മിൽ ഹരിതയും തമ്മിൽ സ്നേഹത്തിലാണ്. ഞങ്ങൾ ഒരുപാട് നാളായി സ്നേഹത്തിലാണ്. അവളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഞാൻ താഴ്ന്ന ജാതിക്കാരനാണ്. അതുകൊണ്ട് അവളെ എനിക്ക് വിവാഹം കഴിച്ചു തരില്ലെന്ന് അവരുടെ വീട്ടുകാർ പറഞ്ഞു. ഇപ്പോൾ അവളെ വിവാഹം കഴിക്കുന്നത് ഒരു കുടിയനായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവൾ എന്നോട് വിളിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവളെ വന്ന് രക്ഷിച്ചിട്ടില്ലെങ്കിൽ അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് എന്നോട് അപേക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ അവളെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്, അവളെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് ഇവരെന്നെ പിടിച്ചു വെച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ നിൻ്റെ ഫോൺ എവിടെ? ആ മെസ്സേജ് കാണിച്ചതാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പയ്യൻ പറയുന്നുണ്ട്, എൻ്റെ ഫോൺ ഈ പോലീസുകാർ പിടിച്ചു വെച്ചിരിക്കുകയാണ് സർ എന്ന് പറയുന്നു. എന്നാൽ ഇൻസ്പെക്ടർ സാർ അത് നിഷേധിക്കുകയാണ്, ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ പയ്യൻ പറയുന്നുണ്ട്, ബാക്കിൽ നിൽക്കുന്ന പോലീസുകാരൻ്റെ പോക്കറ്റിലുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ശങ്കരനാരായണൻ ആ ഫോൺ ഇങ്ങോട്ടേക്ക് തരാൻ പറയുന്ന സമയത്ത് അവരത് എടുത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ വോയിസ് ആ പയ്യൻ ശങ്കരനാരായണന് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് വന്നില്ലെങ്കിൽ എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, എനിക്ക് ഈ വിവാഹത്തിന് ഒട്ടും ഇഷ്ടമല്ല, എന്നെ ഇവിടെ തടവിൽ വെച്ചിരിക്കുകയാണ്, നീ എന്നെ വന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോ എന്നൊക്കെയാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം കേട്ട് ശങ്കരനാരായണനെ ഇൻസ്പെക്ടർക്ക് നല്ല വഴക്ക് കൊടുക്കുന്നുണ്ട്. മേലല്ല ഇങ്ങനെ ആവർത്തിക്കരുതെന്നും ഈ കേസിൻ്റെ അന്വേഷണത്തിൽ നിന്നും അവർ 2-3 പോലീസുകാരെ ഒഴിവാക്കിയിരിക്കുന്നു എന്നും പകരം വേറെ ആളെ വെക്കാൻ പോകുന്നു എന്നും അവർ പറഞ്ഞ് അവരോട് പറയുന്നുണ്ട്. അങ്ങനെ അവരോട് അവിടെ പുറത്തേക്ക് പോകാൻ ഈ കേസിൽ ഇവനെ വെറുതെ വിടാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ ആ പയ്യനോടായി ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ നിൽക്കുന്നോ, നേരം എടുത്തിട്ട് നിനക്ക് പോയാൽ മതിയോ എന്ന് ചോദിക്കുക. ഉടനെ വിക്രം പറയുന്നുണ്ട്, വേണ്ട സർ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് അവരുടെ കൂടെ ഈ പയ്യനെ വീട്ടിലെത്തിക്കാൻ വേണ്ടി പറയാം, സാർ ബുദ്ധിമുട്ടേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശങ്കരനാരായണൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്ന സമയത്ത് നമ്മുടെ വിക്രം പറയുന്നുണ്ട്, സാർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു തന്നതിൽ ഒരുപാട് താങ്ക്സ് എന്ന് പറയാണ് വിക്രം. ഉടനെ തന്നെ വിക്രമിനോടായി മറുപടി പറയുന്നത് ശങ്കരനാരായണൻ എന്താന്ന് വെച്ചാൽ, അവനെ നന്നായി നോക്കിക്കൊള്ളണം, താങ്ക്സ് എന്നാണ് ശങ്കരനാരായണൻ തിരിച്ച് വിക്രമിനോടും പറയുന്നത്. അത് കേട്ടിട്ട് വേദയ്ക്കും നമ്മുടെ പത്മയ്ക്കും മുത്തശ്ശിക്കൊക്കെ ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നാൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത 2 പേർ അവിടെയുണ്ട്, നമ്മുടെ ശ്രീയും വർഷയും. അവർ മുഖം കറുപ്പിച്ച് അകത്തേക്ക് കയറി പോവുകയാണ്. നമ്മുടെ മുത്തശ്ശി ഓടി വന്നിട്ട് നമ്മുടെ വിക്രമിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ദീപ്തിയും ഒപ്പമുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ വിക്രം നിനക്ക് അവൻ്റെ മുഖത്തേക്ക് ഒരു വട്ടം മാത്രം നോക്കിയപ്പോൾ ഇങ്ങനെ അവൻ നിരപരാധിയാണെന്ന് മനസ്സിലായി എന്ന് ചോദിക്കുകയാണ്. ഉടനെ വേദയാണ് മറുപടി പറയുന്നത്, അതാണ് മുത്തശ്ശി എൻ്റെ വിക്രം. അങ്ങനെ ദീപ്തിയും വിക്രമിനെ ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട്. പിന്നീട് ആ പയ്യൻ താങ്ക്സ് ചേട്ടാ എന്ന് പറഞ്ഞ് കൈ കൂപ്പുകയാണ്. അവൻ്റെ വിക്രമിൻ്റെ കാല് പിടിക്കാൻ വേണ്ടി പോവാട്ടോ. പക്ഷേ വിക്രം സമ്മതിക്കുന്നില്ല. വിക്രം അവനെ കെട്ടിപ്പിടിച്ച് ഒരു അനിയനോട് പറയുന്നത് പോലെ പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നാളെ തന്നെ നിൻ്റെ വിവാഹം നടത്തിത്തരും കേട്ടോ, നീ പേടിക്കണ്ട, വീട്ടിൽ സേഫായി നീ വീട്ടിലെത്തണം എന്നൊക്കെ പറഞ്ഞ് അവനെ ഉപദേശിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദ മുകളിലത്തെ റൂമിൽ നിന്നും താഴേക്ക് ഓടി വരുന്നുണ്ട്. എന്താ വേദ മോളെ, എന്താ ഇങ്ങനെ അമ്പരന്ന് നോക്കുന്നത്, നീ ആരെ തിരയുന്നതെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ വിക്രമിനെ കണ്ടോ മുത്തശ്ശിന്ന് ചോദിക്കുന്നു. വിക്രമിനെയോ? വിക്രം റൂമിലില്ലേ, അവൻ എഴുന്നേറ്റിട്ടില്ലല്ലോ, ഇവിടെ താഴേക്കൊന്നും കണ്ടില്ലെന്ന് പറയുന്നുണ്ട്. എന്നാൽ റൂമിലൊന്നും ഇല്ല,
അപ്പോൾ മുത്തശ്ശി എടാ ശ്രീ എന്ന് വിളിക്കുമ്പോഴേക്കും ശ്രീ പറയുന്നുണ്ട്, അതെ അവനെ തിരഞ്ഞു പോകാനൊന്നും എന്നെ കിട്ടത്തില്ല, വേണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും തിരഞ്ഞു പോക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രമിനെ തിരയുന്ന കാര്യം ഞാൻ ഏറ്റു, ആരും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടേണ്ട എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് വേദ. അപ്പോഴാണ് പുറത്തു നിന്നും ആകെ ടയേർഡായി ദേഹത്തെല്ലാം ചളിയായി ഇങ്ങനെ വിക്രം നിൽക്കുന്നത് കാണുന്നത്. എല്ലാവരും പുറത്തേക്ക് പോകുന്നുണ്ട്. പത്മവും മുത്തശ്ശിയും ഒക്കെ ഓടി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ ദേഹത്തൊക്കെ ഇങ്ങനെ അഴുക്ക് എന്താണ്, നീ എവിടെയായിരുന്നു, നിന്നെ കാണാഞ്ഞിട്ട് വേദ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ വിക്രം പറയുന്നുണ്ട്, അത് രാത്രി ഒരു ആംബുലൻസിൻ്റെ സൗണ്ട് കേട്ട്, നിർത്താതെയുള്ള സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. എഴുന്നേറ്റ് പുറത്തേക്ക് പോയ സമയത്ത് റോഡിൽ മഴ കാരണം മരങ്ങളെല്ലാം വീണ് കിടക്കുവാണ്. ആ ആംബുലൻസിന് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല. ഉടനെ അപ്പോൾ ഞാൻ അവരെ സഹായിക്കാൻ വേണ്ടി നിന്നതായിരുന്നു എന്ന് പറയുന്നു. ഉടനെ ശ്രീ പറയുന്നുണ്ട്, ഓഹോ നീ എന്തിനാ അതിനൊക്കെ നിൽക്കുന്നത്, അവരെ വിളിച്ച് മുനിസിപ്പാലിറ്റിക്കാരൊക്കെ വിളിച്ച് പറഞ്ഞാൽ അവർ വന്ന് ക്ലീൻ ചെയ്യുമല്ലോ, അതൊക്കെ എടുത്തു മാറ്റുമല്ലോ എന്ന് പറയുകയാണ്. ഉടനെ തന്നെ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, അവരെയൊക്കെ വിളിച്ചു, പക്ഷേ അവർക്കും ഇങ്ങോട്ടേക്ക് അവരുടെ വണ്ടി വരാൻ പറ്റുന്നില്ല, എല്ലായിടങ്ങളിലും പലയിടത്തായി മരങ്ങൾ വീണ് കിടക്കുവാണ്, അതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനാണ് എല്ലാം റൂട്ടിൽ നിന്നും മരങ്ങളെല്ലാം കട്ട് ചെയ്ത് പീസുകളാക്കി മാറ്റിയത്. ഇപ്പോഴാണ് കഴിഞ്ഞത്, പുലർച്ചയ്ക്ക് തുടങ്ങിയ ജോലിയായിരുന്നു എന്ന് പറയാണ് വിക്രം. അപ്പോഴേക്കും പുറത്തു നിന്നും ഒരാൾ ഓടി വരുവാണ്, സങ്കടത്തോടെയും സങ്കടമുണ്ട് സന്തോഷമുണ്ട് രണ്ടും പാടെ കൂടിക്കലർന്നൊരു സൗണ്ടിൽ. സാർ നിങ്ങളുടെ ആരാണിത്, നിങ്ങളുടെ മരുമകനാണോ എന്ന് ചോദിക്കാൻ ശങ്കരനാരായണനോട്. ശങ്കരനാരായണന് എന്ത് പറയണമെന്ന് അറിയുന്നില്ല, എന്നാലും അതെ എന്ന് മറുപടി പറയാണ്. എന്നാൽ നിങ്ങൾ ഇത് കേട്ടിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഭാഗ്യം ചെയ്ത ആളാണ്. എന്താന്ന് വെച്ചാൽ ഇന്നലെ രാത്രി എൻ്റെ മകൾക്ക് പ്രസവ വേദന വന്നു, ഞാൻ ആംബുലൻസ് വിളിച്ചു, പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ആംബുലൻസിന് വരാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ കൊണ്ടായിരുന്ന മരം വീണ് കിടക്കുമായിരുന്നു, ആ മരം മുറിച്ചു മാറ്റിയത് ഇവനാണ്, ഈ പയ്യനാണ്, അതുകൊണ്ട് മാത്രമാണ് എൻ്റെ മകൾ രക്ഷപ്പെട്ടത്. അവളിപ്പോൾ പ്രസവിച്ചു, പെൺകുഞ്ഞാണ്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, എല്ലാവർക്കും സീറ്റ്സ് തരാൻ വേണ്ടി വന്നതാ. എന്തായാലും നിങ്ങൾ ഭാഗ്യം ചെയ്ത ആളാണ്.